തെരഞ്ഞെടുപ്പിനും പലതരത്തിലുള്ള പ്രചാരണ ഉപാധികൾ പതിവാണ്. ഇക്കുറി ഇതാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആർട്ടിക്കിൾ 370 എന്നൊരു സിനിമ വന്നിരിക്കുന്നു. മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്. മാത്രവുമല്ല 370 എന്നുള്ള ഫിഗർ വെച്ചിട്ട് മോദി പറയുന്നു എനിക്ക് 370 സീറ്റുകൾ വേണം BJPക്ക്, ആകെ NDA 400 വേണമെന്ന് പറയുന്നു. അപ്പോൾ 370 എന്നുള്ള നമ്പർ മോദിയെ സംബന്ധിച്ച് NDA സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 370 എന്നുള്ള സിനിമ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യവ്യാപകമായി റിലീസ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ബലാക്കോട്ടിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഉറി എന്നൊരു സിനിമയും വ്യാപകമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വന്ന നല്ലൊരു സിനിമയായിരുന്നു. ഫൈറ്റർ. അപ്പോൾ എന്തായാലും വീണ്ടും സിനിമ തെരഞ്ഞെടുപ്പിനുള്ള ഒരു പ്രചാരണ ഉപാധിയായി മാറുകയാണോ? ഇത് പ്രചാരണം ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഈ സിനിമയിൽ. കാരണം ഇതിൻ്റെ അവസാനം, സിനിമയുടെ അവസാനം ഈ ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്നതിൽ എത്തുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. അത് മാത്രമല്ല സാർ, അതിനകത്ത് കണ്ടത് അമിത്ഷായെ പോലെയും നരേന്ദ്രമോദിയെ പോലെ ഇരിക്കുന്ന വളരെ സിമിലാരിറ്റിയുള്ള ആളുകളാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. മോദിയുടെ പ്രസംഗമുണ്ട്, അമിത്ഷായുടെ ഒരു ജസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് അതുപോലെ കാണിക്കുന്ന അതേപോലത്തെ കഷണ്ടിയും കൊടവേറും ഒക്കെ ഉള്ള ഒരാളുണ്ട്, അതാണ് അമിത്ഷാ. അപ്പോൾ അതേ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് മോദിയും അമിത്ഷായും ഈ സിനിമയിലുണ്ട്. 2016 കശ്മീരിൽ നടന്ന സംഭവങ്ങൾക്ക് പിന്നാലെ ഇതിൽ പക്ഷേ പ്രധാന സ്ഥാനങ്ങളിൽ 2 സ്ത്രീകളാണ്. ആ അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ അവിടെ സ്പെഷ്യൽ ടീമിലുണ്ടായിരുന്ന സോണി അക്സർ എന്ന് പറഞ്ഞ ആളാണ് നായിക. സോണി അക്സർ എന്നാണ് സിനിമയുടെ പേര്. യാമി ഗൗതം ആണ് അഭിനയിക്കുന്നത്. യാമി ഗൗതത്തിൻ്റെ ഭർത്താവ് ആദിത്യ ധർ ആണ് ഇതിൻ്റെ നിർമ്മാതാവും എഴുത്തുകാരിൽ ഒരാൾ ആണ് അദ്ദേഹം. അപ്പോൾ അന്ന് ഇവർ സസ്പെൻഷനിലാവുന്നു. ഈ യാമി ഗൗതത്തിൻ്റെ ക്യാരക്ടർ സോണി അക്സർ. അതിന് കാരണം അവർ പ്രോട്ടോക്കോളൊന്നും പാലിക്കുന്നില്ല. ഒരു പോലീസ് ഓഫീസറാണ്. അതെ. പിന്നെ ഒരു ഭീകരനെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ സസ്പെൻഷനിലൊക്കെ ആയിട്ട് അവർ ഡൽഹിയിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അംഗരക്ഷകയായിട്ട് വരുന്നു. പണി പോയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഒരു പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് രാജേശ്വരി സ്വാമിനാഥൻ എന്ന് പറഞ്ഞ NIA-യുമായി ബന്ധപ്പെട്ട ഓഫീസർ, അതിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത്, അവരിവരെ ശ്രദ്ധിച്ചിട്ട് ഇവരെ വിളിച്ചിട്ട് NIA-യിൽ എന്തുകൊണ്ട് ജോയിൻ ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഈ ഫിക്ഷൻ ആണ്. അതിൻ്റെ അങ്ങനെയൊന്നും സാധാരണഗതിയിൽ സംഭവിക്കില്ല എന്ന് ചോദിച്ച് ഇവര് NIA-യുടെ പാർട്ടാവുകയാണ് ഈ സോണി അക്സർ. എന്നിട്ട് കശ്മീരിൽ സ്പെഷ്യൽ ഓപ്പറേഷൻസിലേക്ക് പോവുകയാണ്. പക്ഷെ അങ്ങനെ ആ സ്പെഷ്യൽ ഓപ്പറേഷൻസിലേക്ക് രാജേശ്വരി ഇവരെ വിടുന്നത് ഈ ആർട്ടിക്കിൾ 370യുടെ അബ്രഗേഷൻ, അത് പിൻവലിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഈ അന്തരീക്ഷം ഒരുക്കലും കാര്യങ്ങളുമൊക്കെയാണ് മറ്റേ സിനിമയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ സത്ത പിന്നെ ഇന്ത്യ ഒരു വലിയ ഓപ്പറേഷൻ, വിജയകരമായ ഓപ്പറേഷൻ കശ്മീരിൽ നടത്തി കശ്മീരിനെ ശാന്തമാക്കി എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കാശ്മീരിനെ ശാന്തമാക്കി എന്നുള്ളതല്ല സാർ, എനിക്ക് തോന്നുന്നത്. സാറും പറഞ്ഞപ്പോൾ മാറിപ്പോയേക്കാം. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതോടെ കാശ്മീരിനെ ഇന്ത്യയുടെ പൂർണ്ണ ഭാഗമാക്കി. കാരണം സ്പെഷ്യൽ സ്റ്റാറ്റസ്. അതെ, കാശ്മീരിന് വേറെ ഭരണഘടന, കാശ്മീർ ഒരു ബില്ല് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ കാശ്മീർ നിയമസഭ പാസ്സാക്കണം, പ്രത്യേക കൊടി, പ്രധാനമന്ത്രി, ഭരണഘടന. ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് അവിടെ ഭൂമി വാങ്ങാൻ കഴിയില്ല. ഇങ്ങനെ കാശ്മീർ നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു ക്യാൻസർ പോലെ മറ്റൊരു രാജ്യം പോലെ. 1949 ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെമ്പറായിരുന്ന ഗോപാലസ്വാമി അയ്യങ്കാർ അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്തതാണ് ആ ബില്ല്. സ്പെഷ്യൽ സ്റ്റാറ്റസ് രാജ്യത്തിനകത്ത് വേറൊരു രാജ്യമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പിൻവലിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. സുപ്രീം കോടതി ഇത് ശരിവെച്ചത് കഴിഞ്ഞ കൊല്ലം
ഡിസംബർ 11. അല്ല, സുപ്രീം കോടതി ശരിവെക്കാതിരിക്കാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 370 പറയുന്നത് ഇത് താൽക്കാലികമാണെന്ന് താൽക്കാലികമാണെന്ന് പറഞ്ഞിട്ട് 75 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്ത് ആർക്കും ഒരു തൊടാൻ പറ്റിയില്ല. ഇതിനു മുമ്പ് പറഞ്ഞ 370 എങ്ങാനും എടുത്തു കഴിഞ്ഞാൽ രാജ്യം കത്തും, ചോരപ്പുഴ ഒഴുകുമെന്നാണ് പറഞ്ഞ, ഒരു പുണ്ണാക്കം സംഭവിച്ചില്ല. താൽക്കാലികമാണെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടും. കാശ്മീരിൻ, അതായത് ഹരിസിംഗ്, നമ്മൾ കാശ്മീർ രാജാവായിരുന്ന ഹരിസിംഗ് ഇന്ത്യയിലേക്ക് ചേരുമ്പോൾ ആ ആക്സഷൻ ട്രീറ്റിയിൽ പറഞ്ഞിരുന്നൊരു ഉപാധിയാണിത്. ഇത് ഈ കപടമതേതരവാദികൾ നെഹ്റു മഹാനാണെന്ന് പറയുമല്ലോ, ആ നെഹ്റു തന്നെ സമ്മതിച്ച ഒരു ഉപാധിയാണിത്. അദ്ദേഹം ജനിച്ചൊരു സംസ്ഥാനമാണല്ലോ, അതിനൊരു പ്രത്യേക തരത്തിൽ അതിനെ ട്രീറ്റ് ചെയ്യുക, അവർ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുക. കഥ കേട്ടിട്ടുണ്ട് സാർ, ഈ നെഹ്റുവിന്റെ അർദ്ധ സഹോദരനായിരുന്നു ഫറൂഖ് അബ്ദുള്ള. അത് ഞാനിവിടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ സ്റ്റാറ്റസിൽ നമ്മുടെ ഒരു ഹാഫ് ബ്രദർ അവിടെ ഇരിക്കട്ടെ എന്ന് കാണിച്ച ഒരു കൺസേൺ ആണെന്നൊരു കഥ, ഒരു അപവാദ കഥയാണ്. അവരങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് ധാരാളം ഗവേഷണം നടത്തി നോക്കിയിട്ടുണ്ട്. അങ്ങനെ കഥയുണ്ട്, സാറിന് അറിയാലോ. അങ്ങനെ ഒരു കഥയുണ്ടെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് കാരണം അദ്ദേഹം അലിഗഡിൽ പഠിക്കാൻ വരുന്നതും ഈ ഷെയ്ഖ് അബ്ദുള്ള, അവര് തമ്മിൽ എന്തോ കണ്ട ഷെയ്ഖ് അബ്ദുള്ള. പക്ഷേ അതിന്റെ രസം എന്താന്ന് വെച്ചാൽ ഇവർ കാണുന്നതും പരിചയപ്പെടുന്നതും പിന്നീടാണ്. ചരിത്രം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമാണ്, കണ്ട ഒരു സാദൃശ്യമൊക്കെ ഉണ്ട് മുഖത്തിന്. അപ്പൊ അവര് മറ്റേ കാണുന്നത് കണ്ടുമുട്ടുന്നതൊക്കെ പിന്നീടാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ചരിത്രമൊക്കെ മര്യാദയ്ക്ക് നോക്കുമ്പോൾ. പക്ഷെ ഈ സംശയാസ്പദമായ കാര്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഈ ഷെയ്ഖ് അബ്ദുള്ള ഡൽഹിയിൽ വരുമ്പോഴൊക്കെ നെഹ്റുവിൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. എന്തോ ഒരു ഡിങ്കോൾഫി കഥയൊക്കെയായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ സംശയാസ്പദമായ കാര്യങ്ങൾ പലതും ഉണ്ട്. അവർ ഹാഫ് ബ്രദറൊന്നും അല്ലാത്ത വേറെ ചില കാര്യങ്ങൾ കണ്ടേക്കാം. കാരണം ബാബറിന്റെ ശവകുടീരം ഈ 3-4 തലമുറ നെഹ്റു കുടുംബം പോയി സന്ദർശിച്ച് നമസ്കരിക്കുന്നുണ്ടല്ലോ അഫ്ഗാനിസ്ഥാനിൽ, കാബൂളില്. അതിന്റെ പിന്നിലൊക്കെ ദുരൂഹത എന്താണെന്ന് നമുക്കൊരു പിടിപാട്. മിസ്റ്ററി ഇല്ലൂമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില സ്റ്റോറി, ഫിറോസ് ഗാന്ധിയുടെ ഒരാള് മാതാപിതാക്കളിൽ ഒരാൾ മുസ്ലിമാണ്, ഒരാൾ പാഴ്സി. എന്നിട്ട് പാഴ്സിയാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധിയുടെ ഹസ്ബൻഡ് ഫിറോസ് ഒക്കെ വന്ന് അവസാനം വന്നിട്ട് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് ഞാൻ പൂണൂൽ ധരിക്കുന്ന ബ്രാഹ്മണനാണെന്ന്. സഞ്ജയ് ഗാന്ധിയുടെ പിതാവിൻ വേറൊരാളാണെന്നും പറഞ്ഞു ആരോപണമൊക്കെ ഉണ്ട്. അല്ല, ഈ ഫിറോസ് ഗാന്ധിയുടെ മകനാണ് രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ മകനാണ് രാഹുൽ ഗാന്ധി. ഫിറോസ് ഗാന്ധി ഹിന്ദു അല്ല, പിന്നെ എങ്ങനെയാണ് ഇയാൾ ബ്രാഹ്മണനാവുന്നത്? അതെ, ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ പൂണൂലിടുക, കാബൂളിലേക്ക് ബാബറിന്റെ ശവകുടീരങ്ങളിലേക്ക് യാത്ര ചെയ്യുക, വളരെ വിചിത്രമാണത്. അത് ഏത് സമുദായത്തിലും ബോബനും മോളിയും നിൽക്കുന്ന പോലെ ശൂലമൊക്കെ കുത്തിപ്പിടിച്ചോണ്ട് നിൽക്കും, ഫോട്ടോ കാണാറുണ്ടല്ലോ രണ്ടുപേരും. ഏത് സമുദായമാണ്, ഏത് മതമാണെന്നൊക്കെ ഒരുപാട് കുടുംബമാണത്. മുസ്ലിം കഥയുണ്ട്, ക്രിസ്ത്യൻ കഥയുണ്ട്, ഇറ്റാലിയൻ ബന്ധമുണ്ട്. ഇതെല്ലാം കൂടിക്കലർന്ന ഒരു അവിയൽ ബന്ധമാണുള്ളത്. എന്നിട്ട് ബ്രാഹ്മണാന്ന് പറയുന്നു. നമ്മുടെ വിഷയമല്ല, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ അങ്ങനെ താൽക്കാലികമായി കിടന്ന ഒരു സംഗതി കശ്മീരിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അതെ, ഇന്റഗ്രേറ്റ്, അതാണ് ശരിയായ പദം. അതെ, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തതിൻ്റെ കഥയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അക്കാലത്ത് അതിനെ വിമർശിച്ചുകൊണ്ടിരുന്നു രാഷ്ട്രീയമായിട്ട്. നമ്മുടെ അരുന്ധതി റോയ് അതുപോലുള്ള ഈ കപട മതേതരവാദി കൂട്ടമുണ്ടല്ലോ, മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ. ഇത് ഡൽഹിയിലെ പല ക്ലബ്ബുകളും, കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും ഈ ചർച്ചകൾ, സെമിനാറുകളൊക്കെ നടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ പോയിട്ടുണ്ട്. ഇത്രയും ഭീകരമാണെന്ന് പറഞ്ഞത് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് നരേന്ദ്രമോദി കാശ്മീരിന്റെ ഇന്ത്യയിൽ കൂട്ടിച്ചേർത്തത്. ഞാൻ അങ്ങനെ തന്നെ പറയും, കൂട്ടിച്ചേർക്കലായിരുന്നു അത് ശരിക്കും. ഹരിസിംഗ് കൂട്ടിച്ചേർത്തത് വിളക്കി ചേർത്തതാണ് ശരിക്കും. അതെ, അങ്ങനെയാണ്. മാത്രമല്ല, ആ ഹരിസിംഗിന്റെ കാര്യത്തിലൊക്കെ എന്തിനാണ് ഇത്ര ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം
കുറെ നാൾ താമസിപ്പിച്ചതെന്നൊക്കെ ഉള്ളതൊക്കെ വളരെ സംശയാസ്പദമാണ്. നെഹ്റുവിന് സ്വന്തം സംസ്ഥാനത്തോട് വേറെ എന്തൊക്കെയോ താല്പര്യങ്ങൾ. എന്നിട്ടാ എന്നാൽ നെഹ്റു കാശ്മീരി പണ്ഡിറ്റായിരുന്നു എന്ന് പറയുന്ന നെഹ്റു ഒരിക്കൽ പോലും അവിടുന്ന് ആട്ടിയിറക്കപ്പെട്ട ലക്ഷക്കണക്കിന് പണ്ഡിറ്റുകളോട് കാണിച്ചിട്ടില്ല, നിലകൊണ്ടില്ല. പണ്ഡിറ്റുകൾക്ക് വേണ്ടി നിലകൊണ്ടില്ല. അവരുടെ എപ്പോഴും ഷെയ്ഖ് അബ്ദുള്ളയെ ആ മറ്റേ സിംഹാസനത്തിൽ നിലനിർത്തണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പണ്ഡിറ്റുകളുടെ ജീവൻ ബലി കൊടുത്തു. അവരെ ആട്ടിപ്പായിച്ചു. ഡൽഹിയിലൊക്കെ അവർ ടെന്റ് കെട്ടി താമസിക്കുകയായിരുന്നു. ഇപ്പോൾ മോദിയുടെ കാലത്താണ് അവർ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നത്. പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ ഒരു ബഫറാക്കി വെക്കാൻ നെഹ്റു ശ്രമിച്ചു എന്ന് പറയുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ആ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഗോത്രവർഗക്കാർ അവർ ഇന്ത്യ ആക്രമിക്കുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ അഹിംസാവാദി എന്നൊക്കെ പറയുന്ന ഗാന്ധി, നമ്മൾ അന്നാണ് അദ്ദേഹം അത് മാറ്റി വെച്ചിട്ട് അതൊരു യുദ്ധമാണെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യണം എന്നൊരു നിലപാടെടുക്കുന്നത്. അപ്പോഴേക്കും നല്ലൊരു ഭാഗം പാകിസ്ഥാൻ കൊണ്ടുപോയി കാശ്മീരിലെ. അതെ, കൊണ്ടുപോയി. നിർഭാഗ്യകരമാണ്. പക്ഷേ ഇപ്പോൾ ആ ഭാഗമൊക്കെ ഭയങ്കരമായി കുത്തുവാള എടുത്തിരിക്കുന്ന. അല്ല, ഇപ്പം നമ്മളിത് സംസാരിക്കുമ്പോൾ വളരെ രസകരമായൊരു സംഭവമുണ്ട്. പാകിസ്ഥാൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ പലയിടത്തും അഫ്ഗാനിസ്ഥാൻ താലിബാൻ കയറി ഏതാണ്ട് ഒരു ജില്ലയൊക്കെ പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത നമ്മുടെ മീഡിയയിലൊന്നും വന്നിട്ടില്ല. ഇന്റർനാഷണൽ മീഡിയ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അത് താലിബാനും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം പൈതൃകമായി തന്നെ വഷളാണ്. അവരൊരിക്കലും പാകിസ്ഥാൻ്റെ കൂടെ ഒന്നും നിൽക്കാറുമില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ, താലിബാൻ്റെ ഈ ശാസനയ്ക്കൊന്നും വഴങ്ങുന്നവരല്ല പാകിസ്ഥാനും. ഇതൊക്കെ ഉപഗ്രഹ രാജ്യങ്ങളാണല്ലോ. പലരുടെയും ഇൻ്റർനാഷണൽ അജണ്ട ഉള്ള കൂട്ടത്തിൽപ്പെടുന്ന ആളുകളാണ് ഇവരൊക്കെ. പാകിസ്ഥാനെ ഏതെങ്കിലും ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ വിഴുങ്ങിയെന്നും പറയാം. കാരണം KSRTC ജീവനക്കാരുടെ അവസ്ഥയിലാണ് അവിടെ പാക് പട്ടാളം എന്ന് പറയുന്നുണ്ടല്ലോ. പഷ്തൂൺ മേഖലയിൽ ഏതാണ്ട് ഒരു ജില്ലയുടെ പേര് ഞാൻ വിട്ടുപോയി. ആ ജില്ലയിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളും പഷ്തൂൺ മേഖലയിൽ ഒരു ജില്ല ഏതാണ്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന വാർത്ത. അതായത് കുറെ നാളായിട്ട് അജ്ഞാതൻ പെരുമാറിക്കൊണ്ടിരുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ. അജ്ഞാതന് എന്തായാലും മറ്റേ പട്ടാളത്തിന്റെ പിന്തുണ കാണുമല്ലോ. അങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഈ അഫ്ഗാനിസ്ഥാന്റെ പക്ഷത്ത് കുറെ പാക് പട്ടാളക്കാരും ചേർന്ന് കൂടായില്ല ഭാവിയിൽ. അങ്ങനെയാണ് അതിൻ്റെ പോക്ക്. പാകിസ്ഥാന്റെ ഭാവി വളരെ നിരാശാജനകമാണ്. ഏതായാലും സാർ, നമുക്ക് 370 തിരിച്ചു വരാം. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വളരെ എളുപ്പം, ഇതിൻ്റെ രാഷ്ട്രീയമൊന്നും മനസ്സിലാകാത്ത ആളുകൾക്കും വളരെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് സിനിമ. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഈ സിനിമ റിലീസായിട്ടും നമ്മുടെ നാട്ടിൽ തിയേറ്ററൊന്നുമില്ല. ഉറി വന്നപ്പോഴും, ഉറി സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ഇന്ത്യ ഒട്ടുക്ക്. ഉറിക്കും കേരളത്തിൽ തിയേറ്ററുകൾ കിട്ടിയില്ല. മറ്റേ കാശ്മീരി ഫയൽസ് വന്നപ്പോൾ കേരളത്തിൽ തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല. കേരള സ്റ്റോറി വന്നപ്പോൾ തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 370 എന്നുള്ള സിനിമയും മലയാളി കാണണ്ടെന്ന് ഇവിടുത്തെ സോക്കോൾഡ്. പക്ഷെ മലയാളി കാണേണ്ട ചില സിനിമകൾ പറഞ്ഞിട്ടുണ്ട്. ജനഗണമന, പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉറപ്പായിട്ട് കാണണം. പുഴു, പിന്നെ ജിയോ ബേബി ഇനി എടുക്കാനിരിക്കുന്ന സിനിമകൾ. അല്ല സാർ, ഈ പുഴുവൊക്കെ കണ്ടാലും സാർ ഈ പറയുന്ന കപടമതേതരവാദി എന്നൊക്കെ സാറ് പറയുന്നില്ലേ, അതിൻ്റെ ഇരകളാകുന്ന ഒരു സമൂഹമുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പുഴു എന്ന സിനിമയിലൂടെ എന്താണ് പറഞ്ഞു വെച്ചതെന്ന് അത് കാണുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് മനസ്സിലായിട്ടില്ല. പ്രൊപ്പഗാൻഡ സിനിമകളാണ്. പ്രൊപ്പഗാൻഡ സിനിമകളെ നേരത്തെ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ കാമശാസ്ത്രത്തിൻ്റെ പുറത്ത് ഭഗവത്ഗീത എന്ന് എഴുതി വെക്കുന്ന പോലെ കൃത്യമായ ഇസ്ലാമിക് അജണ്ടയെ മമ്മൂട്ടി എന്നുള്ള താരപരിവേഷത്തിൻ്റെ റാപ്പ് ചെയ്ത് വിറ്റ സിനിമയാണ് പുഴു. അതെ, പുഴുവും പിന്നെ ജിയോ ബേബിയുടെ സിനിമകളും. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. എന്നിട്ട് അയാൾക്ക് ഫറോക്ക് കോളേജിൽ അതങ്ങനെയാണ്. അപ്പോൾ മനസ്സിലായി ജിയോ ബേബിക്ക്. കാരണം എന്താന്ന് വെച്ചാൽ ഫറോക്ക് കോളേജ് മുജാഹിദ് സ്വാധീനമുള്ള കോളേജാണ്. അവിടെ ഒരു സ്ത്രീയാണ് പ്രിൻസിപ്പൽ എന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പോൾ. പക്ഷേ സ്ത്രീ പ്രിൻസിപ്പലായിരിക്കുന്നതിനോട് സുന്നികൾക്ക് താല്പര്യമില്ല. അവർ ഹുറൈറയുടെ ഹദീസുകളൊക്കെയാണല്ലോ നോക്കാറ്. സ്ത്രീകൾ ഒരു നല്ല പദവിയിലും ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസിലേ. ഇപ്പം നോക്കൂ, ലീഗിൻ്റെ സ്ഥാനാർത്ഥി 2 സീറ്റുണ്ട്, വനിതയില്ല. രാജ്യസഭാ സീറ്റ് വരും, വനിത ഉണ്ടാവില്ല ഒരിക്കലും. ഏതായാലും 370 സിനിമ
കേരളത്തിലെ ആളുകൾ കണ്ടില്ലെങ്കിലും കേരളത്തിലെ ആളുകൾ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും കേരളത്തിലെ ആളുകൾ രണ്ട് മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ആളാണ്. അത് പറയുമ്പോഴാണ് 20 കോടിയാണ് ഇതിന്റെ ചെലവ്. ഈ 300 ആർട്ടിക്കിൾ 370 അതിപ്പോ തന്നെ ഹിറ്റാണ്. 35 കോടി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഒരാഴ്ചയാവുമ്പോഴേക്കും. ഒരാഴ്ചയായില്ല, ആയില്ല. അത് 23 ദിവസം മറ്റോ. അതെ, 35 കോടി ക്രോസ്. ഒരു ചെറിയ സിനിമയാണ്, വളരെ ചെറിയ സിനിമയാണ്, വലിയ ഹിറ്റാണ്. അപ്പോ ഏതായാലും രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ അങ്ങനെയല്ലെങ്കിലും വടക്കേ ഇന്ത്യയിൽ അങ്ങനെയാണ് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് അത് ഹിറ്റായതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 370 ഒരു മാന്ത്രിക സംഖ്യയാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.